എങ്ങോട്ട് പോയി കണ്ടോ? വെളുപ്പിനെ 3 മണി ആയതേ ഉള്ളൂ. കെട്ടിയവൻ ഇറങ്ങി പോയേക്കുവാ. പറച്ചില് കേട്ടാത്തൊന്നും ജോലിക്ക് പോയേക്കുവാ. അല്ല, അയാളുടെ സ്ഥിരം ജോലി എവിടെയെങ്കിലും കിടന്നുറങ്ങും, എന്നിട്ട് സ്വപ്നം കാണും, അത് നടക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കും. നമ്മുടെയൊക്കെ സ്വപ്നം എന്തുവാ? നല്ലൊരു ജോലിയല്ലേ. പക്ഷെ ഇയാള് സ്വപ്നം കണ്ട് നല്ലൊരു ജോലി അങ്ങോട്ട് കളഞ്ഞു. 2-3 ദിവസം മുന്നേ ഒരു സ്വപ്നം കണ്ടു, ബഹിരാശത്ത് പോവാന്ന് എന്നും പറഞ്ഞ് ബാത്റൂമിനകത്ത് കയറി കഥ അടച്ചു. ആ മട്ടം ഞാൻ ചെന്ന് വിളിച്ചിട്ട് തുറക്കുന്നില്ല, പറയുവാ ക്ലോസറ്റ് കയറി ഇരുന്ന് പേടത്തെ പോവാന്ന്. എന്റെ ദൈവമേ, ഇപ്പൊ ഇയാളിത് എങ്ങോട്ട് പോയതാണോ എന്തോ. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി കാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് എനിക്ക് തന്നതിൽ, ഈ പൊന്നാടയായിട്ട് സ്വീകരിച്ചതിലും, എൻ്റെ സിനിമ അംഗീകരിച്ചതിലും, ഈ നാഷണൽ അവാർഡ് ഞാൻ സ്വീകരിച്ചതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ നാഷണൽ അവാർഡ് എനിക്ക് എന്നും എന്നോടൊപ്പം എൻ്റെ എഴുത്തിലും എൻ്റെ സംവിധാനത്തിൽ എന്നോട് കൂട്ടായി നിന്ന എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അവളെ വേദിയിലോട്ടൊന്ന് കയറ്റി വിടണേ പ്ലീസ്. ചേട്ടാ, ഞാൻ വന്നു. ഇത് സ്വീകരിച്ച പൊന്നാടയാന്ന് പറഞ്ഞ് ഉടുത്തിരുന്ന മുണ്ടും എടുത്തു ഉടുത്തേച്ച് കണ്ടവർ പറമ്പി കടന്ന കപ്പയും പിഴുതോട്ട് വന്നേക്കോ. അടുക്കള കൊണ്ട് വെക്ക്, നമുക്ക് ഇന്ന് ഇത് പുഴുങ്ങി തിന്നാം. അവാർഡാണ് പോലും അവാർഡ്. നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ സ്വപ്നം കാണുന്നത് നിർത്തിക്കോണം. കാശ് കൊടുത്തോ സ്വപ്നം കാണുന്നത്? നിർത്തണം എന്ന് പറയാം. ഞാൻ കിടന്നുറങ്ങുമ്പോൾ അറിയാതെ സ്വപ്നം കണ്ടു പോകുന്നടിയാണ്. എന്തൊരു മാത്രം സ്വപ്നം കാണും. നിങ്ങൾ എന്തോ സ്വപ്ന സുരേഷിന്റെ ബന്ധുക്കാരമല്ല വന്നോ? ആണോ? ഓ എന്റെ ദൈവമേ, ഇങ്ങനെ അസുഖമൊന്നുമല്ല, ഇയാളിത് മനഃപൂർവ്വം ചെയ്യുന്നതാ. കഴിഞ്ഞിടയ്ക്ക് സ്വപ്നം കണ്ട് നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ലേതയുടെ കട്ടിലിന്റെ അടി കയറി. അന്ന് എന്തോ സ്വപ്നമായിരുന്നു കണ്ടത്? KSRTC മെക്കാനിക്കായിട്ട് ജോലി കിട്ടുന്നത്, വണ്ടി കയറി കിടന്ന് പണിയുന്ന സ്വപ്നം കണ്ടത്. അവിടെ ഭർത്താവ് രവി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പണി തീർത്തന്നെ. ഞാൻ പറഞ്ഞേക്കാം, ഇനി കിടന്ന് ഉറക്കം വരത്തില്ല. എന്നെ അടുക്കള വന്നൊന്ന് സഹായിക്കുന്നേ. എന്നെ കൊണ്ട് പറ്റത്തില്ല. നേരം വിളിക്കുന്നതിന് മുമ്പ് അടുക്കള കിടന്നു സഹായിക്കാനൊക്കെ ഉണ്ട്. എന്നാ തേങ്ങ ഒന്ന് തിരുമിത്താ. തേങ്ങ മുട്ടിന് വേദനയാണ്. തേങ്ങ തിരുമ്പി തരാൻ. തേങ്ങ തിരുമി തരാന്ന് പറഞ്ഞു. തേങ്ങ പൊട്ടിച്ചൊന്ന് തിരികെ തരാന്. എനിക്ക് 10 മിനിറ്റ് കിടന്നൊന്ന് ഉറങ്ങണമെന്ന് ഒന്നുകൂടെ ഒന്ന്. എവിടെ കിടന്നുറങ്ങാൻ പോവാ നിങ്ങള്? ഞാൻ ബെഡ്റൂമിലോട്ട് പോവാ ഉറങ്ങാനൊക്കെ ഉണ്ട്. ആണോ? ബെഡ്റൂമിൽ കിടന്ന വായും തലയണയും പുതപ്പും ബെഡ്ഷീറ്റും എല്ലാം ഞാൻ കഴുകാൻ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾ എന്താ സ്വപ്നമോ കണ്ടത്? അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ പോകുന്നത്. ആ വെള്ളച്ചാട്ടം റീക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഞാൻ അത് കഴുകാൻ കൊണ്ടിട്ടത്. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അവിടെ കിടക്കട്ടെ. ഈ വെളുപ്പം കിടന്ന് നീ അടുക്കള കിടന്ന് എന്തോ ഉണ്ടാക്കി വെളുപ്പം ആര് വരുന്നു ഇവിടെ അതിനെ ഉണ്ടാക്കി വെക്കാം. ആഹാ, അപ്പൊ കിടക്കാൻ നേരം പറഞ്ഞ കാര്യമൊക്കെ മറന്നുപോയോ? മനുഷ്യ, എന്റെ കൂട്ടുകാരൻ ബെന്നി, അവനങ്ങ് ഇടുക്കിയിലെ പോലീസ് അല്ലായിരുന്നു. അവൻ സ്ഥലം മാറി വരുന്നുണ്ട്. അവനെ സൽക്കാരത്തിന് നമ്മൾ വിളിച്ചിട്ടില്ലയോ? ശരി കാര്യം മറന്നുപോയത്. എല്ലാം നിങ്ങൾ മറക്കും. എന്തെങ്കിലും വെച്ചൊരുക്കി കൊടുക്കണ്ടായോ? കൊടുക്കണം. കൊടുക്കണ്ടേ? ഞാൻ അവന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? 10ാം ക്ലാസ്സിൽ SSLC പരീക്ഷ ഞാൻ എഴുതിയിട്ട് വീട്ടിൽ പോകുന്നവരുണ്ടല്ലോ, അവൻ എന്റെ പുറകിന് വന്ന് പറഞ്ഞു എന്നെ ഇഷ്ടമാണ്. അവന് മുഖത്ത് നോക്കി പറയണമായിരുന്നു ഒരു മിടുക്കൻ എന്നെ കെട്ടാൻ ഇരിപ്പുണ്ടായിരുന്നു. അവൻ എന്നോട് പറയുമായിരുന്നു ചേട്ടാ, അവന് ഭയങ്കര ഇഷ്ടം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ നമ്മൾ ചിക്കൻ കറി വരട്ടി എടുക്കത്തില്ലയോ, അത് പിന്നെ മുരിങ്ങയ്ക്ക തീയല്, മാങ്ങ പുളിശ്ശേരി, അതെല്ലാം വെച്ച് ഉണ്ടാക്കണത്. എന്നോടൊന്ന് സഹായിക്കാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങണമെന്ന്. 19 മണി കിടന്ന് ഉറങ്ങരുത്. ഇല്ല സഹായിക്കാൻ വരുന്നെങ്കിൽ വാ. എനിക്ക് ഞാൻ കിടന്ന് ഉറങ്ങട്ടെ പ്ലീസ്. നീ പൊടിയാണ് തേങ്ങ അവിടെ കൂട്ടുകാരനെ 8ാം ക്ലാസ്സിൽ വെച്ച് പറയാ ഇവിടെ ഇഷ്ടമാന്ന് വരുന്ന കാണാം. അന്ന് കിടന്നുറങ്ങട്ടെ പൊന്നു ദൈവമേ. ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. ആകാശദീപമെന്നുമുണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. മൗനരാഗമണിയും താരിളം തെന്നലേ, പൊൻപരാഗമിളകും വാരിളം പൂക്കളേ. നാമുണരുമ്പോ ആകാശദീപമെന്നും ഉണരുമിടമായി. രേണു എത്ര വൈകിയാലും ഞാനും ചെത്തിയില്ലേ. ആദ്യമായിട്ടാ എക്കോയിലൊരു സ്വപ്നം കാണുന്നത്. രേണു, നിനക്കറിയാമോ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ലടി. ഒരു പാവോലും ഇല്ലാത്തവനെയാണ് ഇവള് സ്നേഹിച്ചത്. ഇത്രയും നാളും ഞാൻ ഉള്ളിൽ കൊണ്ട് നടന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ നിനക്ക്? കുടലും പണ്ടവും ഒക്കെ ഇടാൻ മുട്ടിഞ്ഞവനല്ല എന്താ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. നീ മാത്രമായിരുന്നു എന്റെ ഉള്ളില്. രേണു, നീ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല? ഇത്ര
ഇത്രയും നാളും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല മോളെ. എളുപ്പമായടാ എളുപ്പമായടാ. എന്നോട് ക്ഷമിക്കണം ബെന്നി, പക്ഷെ ഞാൻ കഴിച്ചുടാ. അത് സത്യം, അല്ലെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ചവനെ ചാടി. എന്തൊരവസ്ഥയാണ് ദൈവമേ ഇത്. ബെന്നി, പക്ഷെ നിന്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ലടാ. നിനക്ക് ഞാൻ ആദ്യം ചിക്കൻ പെരട്ട് തരും. എവിടെ പെരട്ടി തരും? അവന്റെ കണ്ണ് കീറിയിട്ട് റെറ്റിനെ തേച്ച് കൊടുക്കണേ. എന്ത് തമാശയാടാ നിന്റെ. അയ്യോ, ഞാൻ എന്തുമാത്രം കൗണ്ടർ പറഞ്ഞിട്ടുണ്ട്, ഇവള് ചിരിച്ചില്ല. ഞാൻ ചമ്മി പോയിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടാക്കി വേണു, ഞാൻ എന്റെ പഴയ തമാശയുടെ കെട്ടഴിക്കട്ടെ. വന്ന് കേറിയില്ല, കെട്ടരിക്കാൻ തുടങ്ങിയേ. പോലീസ് കൊള്ളപ്പിച്ച് ഞാൻ. എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു നിന്നെ ഈ ഒരു രീതിയിൽ കാണണമെന്ന്. ആണോ? നീ ആ തുപ്പി ഒന്ന് വെച്ചിടാ, ഞാൻ കാണട്ടെ. ഇവിടെ കാണാൻ തുപ്പി വെക്കാൻ കൊല്ലും അവനെ ഞാൻ. തുപ്പി ഒന്ന് വെച്ച് ഞാൻ കാണട്ടെ. ഞാൻ വെക്കണോ? ഓക്കെ, ഞാൻ വെക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇനി ഞാൻ സല്യൂട്ട് എടുത്തരട്ടെ? ഞാൻ തരും നിനക്ക് സല്യൂട്ട്. നീതാ സല്യൂട്ട്. അടിപൊളി. എനിക്ക് ചവിട്ടും അവന് സല്യൂട്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇനി എന്റെ മോള് ഈ തൊപ്പി എന്ന് വെച്ചേ. വേണ്ട വെക്ക്. വേണ്ട, എന്റെ തൊപ്പി നിനക്കുള്ളതാ, വെക്ക്. തുപ്പിയാ വലിച്ച് കീറൂടാ നിന്റെ തോന്നി. ഇനി ഞാൻ സല്യൂട്ട്. അയ്യോ അയ്യോ. ഇവന് ഉണക്കമീൻ കച്ചവടമായിരുന്നു. പോലീസ് എന്ന് പറഞ്ഞ കള്ളവാ. മോളെ ബെന്നി, ഇത്രയും നേരമായിട്ട് ഞാൻ നിനക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും തന്നില്ല. എന്തിനും ആയിക്കോട്ടെ. തണുത്തൊരു ജ്യൂസ് എടുത്താലോ? തണുത്തത് വേണ്ട, പിന്നെ? ഞാൻ ഈ തിളപ്പിച്ചറിയ വെള്ളം കുടിക്കത്തുള്ളൂ മോളെ. ആണോ? അതാകുമ്പോ അണുവിമുക്തമാണല്ലോ. ഓ, അവന്റെ അണുമുക്ത കഴുകാത്ത സോക്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് അപ്പൊ വെള്ളം എടുത്തിട്ട് പെട്ടെന്ന് വരാവേ. 15 കൊല്ലത്തിന് മുമ്പ് മനസ്സിൽ ഒളിപ്പിച്ച ആ സ്നേഹം ഇപ്പൊ ഞാൻ ഇവളോട് പറയും. ഇവള് വന്നാൽ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. വരട്ടെ. ബെന്നി, ആ രേണു, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ ചോദിക്കാൻ പാടുണ്ടോ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. വൾഗറാന്നെ പറയല്ലേ, ഇവിടെ ഏക്കത്തില്ല. എന്താടാ? എന്റെ കൂടെ വരുന്നോ നീ? എന്താ ചോദിച്ചത്? കേക്ക, അവളതിന് മറുപടി കൊടുക്കൂ. ഇപ്പൊ എന്താണ് നീ ചോദിച്ചേ? എന്റെ കൂടെ വരുന്നോന്ന്. ഉറപ്പായിട്ടും. മോളൊരു കാര്യം ചെയ്യും, പോയി സാധനം എല്ലാം പാക്ക് ചെയ്തെടുത്തോണ്ട് പോവാ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിനകത്ത് ഞാൻ വരാം. ഓക്കെ. 10 മിനിറ്റ് എങ്ങോട്ടേലും പോകുമ്പോൾ വിളിക്കുമ്പോ 2 മണിക്കൂറൊക്കെ ഒരുക്കാൻ. ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് ചെല്ലാം. പക്ഷെ എന്റെ ഭർത്താവ് അറിഞ്ഞാൽ? ഭർത്താവ് അറിയാതിരിക്കാനുള്ള കാര്യം ഞാൻ ചെയ്ത പോരെ. മോള് പോയി ഭാഗം എടുത്തിട്ട് പോവാ. ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്ന എന്റെ ഇഷ്ടം ഏതോ ഒരുത്തിന് വേണ്ടി കളഞ്ഞിട്ട് പോകാനോ പറ്റത്തില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ ഉള്ളപ്പോ നീ എന്തിനാ ബെന്നി പേടിക്കുന്നത്? എന്റെ പെണ്ണിനെ തട്ടിയെടുത്തവൻ, എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയവൻ, അവനെ ഞാൻ അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നുണ്ടോ? എന്നെ വെടി വെച്ചേ. ആര് വെടി വെച്ചു? ഒരു പോലീസുകാരൻ വന്നല്ലേ വെടി വെച്ചേ. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? അയ്യോ, എന്താ വെച്ചാ നിങ്ങൾ പിന്നെ സ്വപ്നം കണ്ടോ? ഈ വെളുപ്പാൻ കാണുന്ന സ്വപ്നം ഫലിക്കുമോ? ആ, ഫലിക്കും. പക്ഷെ അതോടെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫലിക്കത്തില്ല. ഞാനത് നിന്നോട് പറയട്ടെ? വേണ്ട, അത് ഫലിക്കട്ടെ, അത് ഫലിക്കണം. അത് എനിക്ക് പൊറുത്തിമുട്ടി നിങ്ങളുടെ കൂടി ഇങ്ങനെ സ്വപ്നം കണ്ട് എനിക്ക് വയ്യ. എനിക്ക് ചെവുത്തകട വന്ന് നിങ്ങളുടെ കൂടി. ഞാൻ ആ സ്വപ്നം നിന്നോട് പറയണ്ട, അത് ഫലിക്കട്ടെ, ഫലിക്കട്ടെ. സമയം കണ്ടോ? 9:30 മണിയായി. ബെന്നി വരെ സമയമായി. എന്തെങ്കിലും ആക്കി വെക്കണ്ടായോ? ചിക്കൻ പരട്ട്. ഞാൻ ചാവുവേ, അത് ഫലിക്കുവേ. വീടം തോന്നില്ല. ഇതാണ് അടയാളം പറഞ്ഞ ഇതാണ്. ചേട്ടാ, പിടിച്ചോണ്ട് വന്നല്ല, വിഷമിക്കണ്ട. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ രേണുവിന്റെ കൂട്ടുകാരനാ. SI ബെന്നി. അതേ തൊപ്പി, അതേ യൂണിഫോം, അതേ ഷൂ. SI മാർക്കെല്ലാം ഒരേപോലത്തെ യൂണിഫോമും തൊപ്പിയൊക്കെയാണ്. ചേട്ടൻ ആരാ മനസ്സിലല്ല? ഞാനവിടെ മരിച്ചുപോയ ഭർത്താവാ. മരിച്ചുപോയ ഭർത്താവ് അല്ല, മരിക്കാനിരിക്കുന്ന ഭർത്താവാ. നമ്മളൊക്കെ മരിക്കുമല്ലോ എപ്പോഴാന്നേലും. നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. കോമഡിക്കാരൻ. കോമഡി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടി കമന്റ് പറഞ്ഞാൽ പോരാ. അല്ല, ഞാൻ അടിക്കുന്ന എന്തിനാ? കമന്റ് പറഞ്ഞാൽ നിനക്ക് ഇതിനെക്കാട്ടി നോവും. അതുകൊണ്ട് ഐഡിയിൽ അങ്ങ് തീർത്തത്. രേണുവിനെ ഒന്ന് വിളിക്കാവോ? എവിടാടി രേണു? നെടുമുടി വേണു. അല്ലല്ലേ, എവിടാടി രേണു? എന്തോ ഇത് കൂട്ടുകാരൻ. ബെന്നി, രേണു, അതേ ചുരിദാർ, അതേ എക്സ്പ്രഷൻ. നീ എന്താ
എന്താണ് ഇത്രയും വരാൻ വൈകിയത്? എടി ഞാൻ വൈകിയാലും ഞാൻ വന്നില്ലേടി ഇപ്പോഴെങ്കിലും. കറക്റ്റ് ഡയലോഗ് സ്വപ്നം കണ്ട നീ ഇത്ര നാള് എവിടെ ആയിരുന്നടാ? എടി സത്യം പറഞ്ഞാലേ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും. എന്താ പറയാ സാധനം എന്നോടാണ് ചിരിച്ചോ പാവോലും ഇല്ലാത്തവൻ. അതെന്താ പറ്റി? എടി ഈ കുടുംബത്തിന്റെ ഭാരമല്ല എന്റെ കയ്യിലല്ലായിരുന്നോ? അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി എടുക്കണമല്ലോ. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്നത് എന്താണെന്ന് അറിയാമോ നിനക്ക്? മറ്റേ സാധനം ഞാൻ പറഞ്ഞേ. എന്തുവാ? ഈ യൂണിഫോം, ഈ ജോലി, ഇതാണ് ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നത്. Congrats. ഇതാണ് എന്റെ ഹസ്ബൻഡ്. ഞങ്ങള് പരിചയപ്പെട്ടായിരുന്നു. ബെന്നി നമ്മുടെ സ്ഥലത്ത് ഒന്ന് ചാർജ് എടുത്തേക്കുവാ. ബെന്നിയെ ഒന്ന് കണ്ണടച്ചേക്കണം കേട്ടോ ഞങ്ങളുടെ അടുത്തൊക്കെ. ഓ, എന്താ പേടിക്കാനാ? ഈ സ്റ്റേഷനിൽ ബെന്നി SI ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരു കേസ് വന്നാൽ ബെന്നി ഊരി തരും. ബെന്നിന് ഊരി തന്നു കഴിഞ്ഞാൽ കേസ് മാറുമോ? ബെന്നിന് ഊരി തരാമെന്നാ പറഞ്ഞത്. ഈ ബെന്നി ആ കേസിൽ നിങ്ങൾ അങ്ങ് ഊരി തരുമെന്നാ പറഞ്ഞത്. ഞാന് ഇടുക്കി SI ആയിരുന്നു നേരത്തെ. ഞങ്ങളല്ലേ പറഞ്ഞേ എന്തുവാ? ഇടുക്കൻ SI ആണ്. ഇടുക്കി SI എന്നാ പറഞ്ഞത്. ഞാൻ ഇടുക്കി SI ആയിരുന്നു. ഇവിടെ സ്ഥലം മാറ്റം കിട്ടി വന്നതാണ്. സത്യം പറഞ്ഞാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഞാനാണ് നിരപ്പാക്കിയത്. റോഡ് പണിയായിരുന്നു. റോഡ് പണിയല്ലെന്ന്. ഈ എല്ലാ സ്റ്റേഷനിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഉള്ള ഗൂണ്ടകളെ, ഈ റൗഡികളെ എല്ലാം ഇടിച്ച് നിരപ്പാക്കി അവനെയൊക്കെ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കും. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർക്കൊന്നും എന്നെ ഇഷ്ടമല്ല. എല്ലാ സ്റ്റേഷനിലും, കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇനി ഒറ്റ സ്റ്റേഷനിലൂടെ ഉള്ളു ജോലി ചെയ്യാനുള്ളത്. അതെവിടാടാ? അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ചെക്കൻ വരട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, ഇത്ര വർഷമായിട്ട് എന്റെ ഇഷ്ടമൊന്നും നീ മറന്നില്ലല്ലേടി? ഇല്ല. നിനക്ക് എന്തുവാടാ വേണ്ടുന്നത്? കുടിക്കാനായിട്ട് എന്താ വേണം? വേണ്ട, 10 മിനിറ്റ് കഴിഞ്ഞു. എന്തുവാ? ചൂടുവെള്ളം. ചൂടുവെള്ളം ചോദിച്ചായിരുന്നു. അത് അല്ല, ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. എന്റെ പൊന്നേട്ടാ ഒന്നും വേണ്ട, ഞാൻ വന്നല്ലോ. ഒരു 10 മിനിറ്റ് കഴിയട്ടെ. 10 മിനിറ്റ് കഴിയട്ടെന്ന്. 10 മിനിറ്റ് കൂടെ എനിക്ക് ആയസുണ്ട്. കഴിഞ്ഞു സംഭവം പറയുന്നു നിങ്ങള്. ഒരു കാര്യം ചെയ്യ്. ഓ, നിങ്ങനെ ചുമ്മാ ഓരോന്ന് പറയാം. കിടക്കപ്പായി അങ്ങോട്ട് എണീറ്റുള്ളൂ. അടുക്കള പാല് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി ആ പാല് തിളച്ചൊന്ന് പോയി നോക്കിക്കേ. കുളിച്ച് റെഡിയായി വാ. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നില്ലേ? പോ. ആ വഴി എങ്ങനെ രക്ഷപ്പെടാം? ഇനി പിന്നെ പറയടി വിശേഷങ്ങൾ. നിന്നെന്തുവാടാ എങ്ങനെ പോകുന്നു? അതിന് കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. അയ്യോ, ഇതെന്തുവാടാ? ഇത് തോക്ക്. ഇത് പൊട്ടുവോ? പിന്നെ അത് ഞാൻ വെട്ടങ്ങാണം കൊണ്ട് കിടക്കുവാണോ? ടോർച്ചാണോ അത്? തോക്ക് അത് പൊട്ടുവന്നത് ആണോ? സത്യം പറയാമല്ലോ, ഈ പോലീസുകാരുടെ കയ്യിലൊക്കെ ഈ തോക്ക് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഇതുവരെ ഒന്നും തൊടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. എന്റെ തോക്കെന്ന് പറഞ്ഞാൽ നിന്റെ തോക്ക് പോലല്ലേ? ആണോ? നീ ഇത് വെച്ച് വെടിവെക്കാം അവിടെ? വെടിവെക്കാൻ പറ്റും. ഇപ്പം പറ്റത്തില്ല വെടിവെക്കാൻ. നീ അപ്പൊ ആരും വെടിവെച്ചിട്ടില്ലയോ? പോലീസുകാർ ഉണ്ടെങ്കിൽ കണക്കുണ്ടെന്ന്. ആണോ? പിന്നെ എന്നാലും നീ എത്ര ദേഷ്യം വന്നാലും ഇങ്ങനെ തോക്കൊന്നും ഉപയോഗിക്കത്തില്ല. ആര് പറഞ്ഞു? എടി, എന്റെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ആര് വന്നാലും അവനെ ഞാൻ വെടിവെച്ച് കൊല്ലും. നിങ്ങള് വെളുപ്പിനെ കണ്ട സ്വപ്നം എന്താണെന്നറിയാമോ? എന്തുവാ? ഇവൻ വന്ന് എന്നെ വെടിവെച്ചു കൊന്നിട്ട് നിന്നെ കൊണ്ടുപോകുന്നതാ സ്വപ്നം കണ്ടത്. അയ്യോ എന്റെ പൊന്നിയേട്ടാ, ഇത് എന്റെ കൂടെ പഠിച്ച എന്റെ പെങ്ങളല്ല. ഞാനത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് കാര്യമില്ല. നീ ഇയാളുടെ സ്വഭാവം ഇങ്ങനെ. ഇയാൾ ഏതെങ്കിലും സ്വപ്നം കാണും, അത് നടക്കുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ ഭ്രാന്തി കയറ്റും. ഇപ്പൊ അതുപോലെ എന്തൊക്കെ സ്വപ്നം കണ്ടത്? നീ ഇവിടെ വരുമെന്ന്, ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുമെന്നുള്ള സ്വപ്നം കണ്ട കണ്ടത്. എന്റെ പൊന്ന് ചേട്ടാ, ഈ സ്വപ്നം കാണുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ നല്ല നല്ല സ്വപ്നങ്ങൾ കാണണം. നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? The dream is not that which you see while sleeping. It is something does not let you sleep. ഇതിപ്പോ എന്നെ വെടിവെച്ച് കൊല്ലുന്നായിരുന്നു നല്ലത്. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. ഇങ്ങനെ ചൊപ്പനം കണ്ട് നടന്നു